നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ എന്തൊക്കെ മനോഹാരിതകളുണ്ട്, അതെല്ലാം അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ പോയി ഒന്ന് കാണണം കേട്ടോ. അതേപോലെ ചിലയിടങ്ങൾ നിഗൂഢവുമായിരിക്കും. ചിലപ്പോൾ ശാന്തമായി ഒഴുകുന്ന പുഴയിലായിരിക്കും ഒരു മരണച്ചുഴി ഒളിച്ചിരിക്കുക. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു കടവുണ്ട്. ആ കടവിന്റെ പേര് ആയിരവല്ലി കടവെന്നാണ്. കാഴ്ച കൊണ്ട് നമ്മുടെ മനം കവരും. പക്ഷേ ആ പുഴയ്ക്ക് പറയാനുള്ള കഥ കുറച്ച് പേടിപ്പിക്കുന്നതുമാണ്. കണ്ടിട്ട് വരാം. കാഴ്ചയിൽ മനോഹരമായ ഒട്ടേറെ കൗതുകങ്ങൾ ഒളിപ്പിക്കുന്ന പുഴ. തലസ്ഥാനത്തെ തിരക്കിനിടയിൽ നിന്നും മാറി ശാന്തമായി ഇരിക്കാൻ പറ്റുന്ന ഇടമെന്ന് തോന്നുന്നുണ്ടല്ലേ? വട്ടിയൂർക്കാവ് മൂന്നാമൂട് ആയിരവല്ലിക്കടവാണിത്. മനോഹരമാണ് കാഴ്ചകൾ. ഒരാറ്, തൊട്ടടുത്തായി ക്ഷേത്രം, പച്ചപ്പട്ടുടുത്ത പ്രകൃതി. തണല് തേടിയെത്തുന്നവരും കാഴ്ച കണ്ടിറങ്ങുന്നവരും കുളിക്കാനെത്തുന്നവരും ഒക്കെ ഏറെയാണ്. പക്ഷേ ഈ ആയിരവല്ലിക്കടവിന് പറയാനുള്ള കഥകളെല്ലാം അത്ര മനോഹരമല്ല. ഈ കരമനയാറിന് അപകടകരമായ മറ്റൊരു മുഖം കൂടിയുണ്ട്. പുഴയെ അടുത്തറിഞ്ഞവർക്കതറിയാം. ഈ ആഴങ്ങളിൽ ജീവൻ പൊലിഞ്ഞ ഒരുപാട് മനുഷ്യർ. സുരക്ഷിതമായ അകലത്തിൽ നിന്ന് ഈ ആറിന്റെ സൗന്ദര്യം ആസ്വദിച്ച് മടങ്ങിയവരായിരുന്നില്ല അവരിലേറെയും. സുരക്ഷ നോക്കാതെ ആറിലിറങ്ങി മരണക്കയത്തിലേക്ക് പോയവർ. കരമനയാറിന്റെ മനോഹാരിതയിൽ ഇറങ്ങി അപ്രത്യക്ഷമായി പോയവരുടെ എണ്ണം ഏറെയാണ്. ഒന്നുകിൽ ഈ സ്ഥലത്തെക്കുറിച്ച് പരിചയമില്ലാത്തതോ അല്ലെങ്കിൽ കൃത്യമായ അപകട നിർദ്ദേശങ്ങളില്ലാത്തതോ ഒക്കെയാണ് മരണത്തിന്റെ എണ്ണം കൂട്ടുന്നതിന്റെ കാരണം. കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അപായ സൂചനകളെല്ലാം നൽകിക്കൊണ്ട് ഈ സ്ഥലം സംരക്ഷിച്ചാൽ ഏറെ കൂടുതൽ ആളുകൾ എത്തുന്ന ഒരിടമായി ഇത് മാറുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ എത്തുന്ന ഓരോരുത്തരും സ്വയം ജാഗ്രത പാലിക്കുകയും വേണം. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ സുനിഷ യേലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആഴങ്ങളുള്ളപ്പോൾ അത് കാണാൻ അഴകാണ്. പക്ഷേ അടുത്തേക്ക് പോകുമ്പോൾ ആ ആഴങ്ങളിൽ പൊലിയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. അപ്പോൾ സാഹസിക വിനോദസഞ്ചാരം എന്ന പേരിൽ ഒരുപാട് ജീവനുകൾ പൊലിയുന്നത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്.